ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? പൊരുത്തപ്പെട്ടും പോരടിച്ചും 90 വർഷങ്ങൾ താണ്ടിയിരിക്കുകയാണ് RBI. സമീപഭാവിയിലും വെല്ലുവിളികളാണോ RBI കാത്തിരിക്കുന്നത്? രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ കേന്ദ്ര ബാങ്കിന് സാധിച്ചു. US താരിഫിൽ ഞെട്ടിത്തെറിച്ച സ്വർണ്ണ വിപണി. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തുടർന്നും ഫലപ്രദമായി നേരിടുമെന്നാണ് RBIയുടെ ദൃഢനിശ്ചയം. 9 പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയുടെ കാവൽക്കാരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയുമായി പൊരുത്തപ്പെട്ടും പോരടിച്ചും രാജ്യ പുരോഗതിക്കായി മല്ലിടുന്ന RBIക്ക് അടുത്ത ദശകം നിർണായകമാകുമെന്നാണ് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയിരിക്കുന്നത്. സമീപ ഭാവിയിലെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കാൻ പ്രാപ്തമാണ് RBI എന്നാണ് മൽഹോത്ര പറഞ്ഞു വയ്ക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും ആധുനിക നിയന്ത്രണ സമീപനങ്ങളും സ്വീകരിക്കുമ്പോഴും അടിസ്ഥാന മൂല്യങ്ങളായ സമഗ്രത, സുതാര്യത, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവ തന്നെയാകും തുടർന്നും നയിക്കുക എന്നാണ് RBI പറയുന്നത്. പണപ്പെരുപ്പത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ അർത്ഥം. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിതമായ RBI 1935 ഏപ്രിൽ 1 മുതലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് 1949 ദേശസാൽക്കരിക്കപ്പെട്ടു. ഇന്ത്യയിൽ മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു RBIയുടെ രൂപീകരണം. ഇന്നത് വികസ്വര രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾക്കിടയിൽ സമാനതകളില്ലാത്ത വിശ്വാസ്യതയുടെ പ്രതീകമായി വളർന്നു കഴിഞ്ഞു. പ്രവചനങ്ങളെല്ലാം ശരിവെച്ച് സ്വർണം റെക്കോർഡുകൾക്കും മീതയാണിപ്പോൾ. തീരുവ നയത്തിൽ ആടിയുലയുകയാണ് സ്വർണവില. ആഗോള സ്വർണ്ണ വിപണിയിലെ കരിനിഴലായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളും. നിക്ഷേപമൊഴുക്കെല്ലാം ഇപ്പോൾ ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്കാണ്. രൂപയുടെ തളർച്ച ഇന്ത്യൻ വിപണിയിലും പൊന്നിനെ ശക്തമാക്കി. 8500 മുകളിലാണ് സ്വർണം ഗ്രാമിന്. പവന് 67,000. ഡോളർ ഉയരുന്നത് ഇറക്കുമതി ചെലവ് കൂട്ടും. ഇത് വിലവർധനയ്ക്ക് കാരണമാകും. ആഗോള വിപണിയിൽ സ്വർണം ട്രോയ് ഔൺസിന് $395.5. US ഡോളറും ട്രഷറി ഈൽഡും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ആഗോള വ്യാപാര യുദ്ധം വിലവർധനയ്ക്ക് ആക്കം കൂട്ടുമെന്ന് ഉറപ്പാണ്. ചെറിയ ഇടിവിന് ശേഷം വലിയ വർധനയ്ക്കാണ് സ്വർണം എപ്പോഴും കാത്തുനിൽക്കുന്നതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. അമേരിക്കൻ വ്യാപാര യുദ്ധം ഏഷ്യൻ റബ്ബറിനെ തളർത്തി. ശീതക്ഷാമത്തിനിടയിലും ഇന്ത്യൻ മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ടയർ ലോബി. കർഷകർക്കും സ്റ്റോക്കിസ്റ്റുകൾക്കും സന്തോഷം നൽകി കുരുമുളകിന്റെ വിലക്കയറ്റം. ചരിത്ര നേട്ടം കൈപ്പിടിയിലൊതുക്കി നാളികേരോൽപ്പന്ന വില. ഏഷ്യൻ വിപണികളിൽ റബ്ബർ നിലനിൽപ്പ് ഭീഷണിയിലേക്ക്. ഉയർന്ന ഇറക്കുമതി നികുതികൾ ഏർപ്പെടുത്തി കയറ്റുമതി രാജ്യങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പല രാജ്യങ്ങളും. വരണ്ട കാലാവസ്ഥ മൂലം ഒട്ടുമിക്ക രാജ്യങ്ങളിലും റബ്ബർ ടാപ്പിംഗിൽ നിന്നും ഉൽപാദകർ വിട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷീറ്റ് വില ഉയരുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് സംഭരിച്ചിട്ടുമുണ്ട്. അതേസമയം US ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് മൂലം കയറ്റുമതിക്ക് തിരിച്ചടി നേരുമെന്ന ഭീതിയിലാണ് ബീജിംഗിലെ ഓട്ടോമൊബൈൽ മേഖല. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഇറക്കുമതി നടത്തുന്നതും ടയർ കയറ്റുമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നതും ചൈനീസ് കമ്പനികളാണ്. അവർ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് റബ്ബർ സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണം ബാങ്കോക്കിൽ ഷീറ്റ് വില വാരത്തിന്റെ തുടക്കത്തിലെ 20,600 നിന്നും 19,400 ഇടിയാൻ കാരണമായി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ 4ാം ഗ്രേഡ് 20,300 രൂപയിലാണ് വാരാന്ത്യം. ഗ്രാമീണ മേഖലകളിലെ ചെറുകിട വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 198.50 രൂപയിൽ വ്യാപാരം നടന്നു. കുരുമുളക് മേഖലയിലെ ചെറുകിട വിപണികളിൽ ചരക്ക് വരവ് ചുരുങ്ങിയതിനാൽ വാങ്ങലുകാർ നിരക്ക് ഉയർത്തിയെങ്കിലും ലഭ്യത ഉറപ്പുവരുത്താനായില്ല. ഇതിനിടയിൽ
കേരളത്തിൽ കുരുമുളക് ഉൽപാദനം ഒരു വ്യാഴവട്ട കാലയളവിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് ഇടിഞ്ഞതായുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തൽ ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റത്തിന് വേഗത പകർന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദക്ഷിണേന്ത്യയിൽ കുരുമുളക് ഉൽപാദനം ചുരുങ്ങിയത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വില കുതിച്ചു കയറാൻ അവസരമൊരുക്കി. രൂക്ഷമായ വരൾച്ചയിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും വിളവ് കുറഞ്ഞു. കർണാടകത്തിൽ നിന്നും മികച്ച ഇനം കുരുമുളക് കിലോ 800 രൂപയ്ക്ക് വരെ ഉത്തരേന്ത്യൻ ഇടപാടുകാർ ശേഖരിച്ച വിവരം ഉൽപാദകരെ ചരക്ക് പിടിക്കാൻ പ്രേരിപ്പിക്കും. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 71,400 രൂപ. ഉൽപാദന മേഖലയിൽ നിന്നും ലേല കേന്ദ്രത്തിലേക്കുള്ള ഏലക്ക നീക്കത്തിൽ കുറവ് കണ്ടു തുടങ്ങി. സീസൺ അവസാനിച്ചതിനാൽ ഉയർന്ന വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ഉത്സവ ഡിമാൻഡ് മുന്നിൽ കണ്ട് ആഭ്യന്തര ഇടപാടുകാർ ഏലക്ക ശേഖരിച്ചിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞതോടെ അറബ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യം കുറഞ്ഞു. എന്നാൽ ഈസ്റ്റർ മുന്നിൽ കണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ നിലനിൽക്കുന്നു. ശരാശരി ഇനങ്ങൾ 2800 റേഞ്ചിലും മികച്ച ഇനങ്ങൾ 3000 രൂപയിലുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളികേരോൽപ്പന്നങ്ങൾ ശക്തമായ നിലയിലാണ്. വിളവെടുപ്പ് വേളയിലും പച്ചതേങ്ങ ലഭ്യത ഉയരാഞ്ഞത് വാങ്ങലുകാരെ സമ്മർദ്ദത്തിലാക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും പച്ചതേങ്ങയ്ക്കും കൊപ്രയ്ക്കും വിൽപ്പനക്കാർ കുറവാണ്. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയുടെ പ്രാദേശിക വിൽപ്പന ചൂടുപിടിച്ചത് അവസരമാക്കി മില്ലുകാർ നിരക്കുയർത്തി. ഇതിനിടയിൽ തമിഴ്നാട്ടിൽ കൊപ്ര സർവകാല റെക്കോർഡ് വിലയായ 18,200 രൂപയിലെത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 26,300-ലും കൊപ്ര 17,500-ലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. കൂടുതൽ പവറുമായി ഓണർ പവർ. സൂപ്പർ ബിഗ് ബാറ്ററിയുമായി മിഡ് റേഞ്ച് സെഗ്മെന്റ് കീഴടക്കുമെന്ന ആരാധകർ. പവർ എന്ന ശ്രേണിയിലായി പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കുമെന്നാണ് ഓണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയാകും ആദ്യ വിപണി. സൂപ്പർ ബിഗ് ബാറ്ററിയാണ് പ്രധാന പ്രത്യേകത. 8000 mAh ശേഷിയാണുള്ളത്. പുറത്തുവരുന്ന സൂചികകൾ ശരിയാണെങ്കിൽ ഇതുവരെ ഓണർ പുറത്തിറക്കിയതിൽ ഏറ്റവും വലിയ ബാറ്ററിയാകും ഇത്. സ്നാപ്ഡ്രാഗൺ 7 സീരീസ് ചിപ്സെറ്റ് ആകും പ്രോസസർ എന്നാണ് സൂചന. ഡിസ്പ്ലേയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ സാങ്കേതിക വിദ്യയും കൊണ്ടുവന്നേക്കും. ബാറ്ററിക്കപ്പുറം മറ്റു വിശദാംശങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഏപ്രിൽ അവസാനത്തോടെ ഓണർ വിപണിയിൽ പവർ കാണിക്കുമെന്നാണ് അഭ്യൂഹം. പവർ കൂടാതെ ഓണർ 400 ലൈറ്റും അണിയറയിൽ ഒരുക്കത്തിലാണ്. ലംബോർഗിനി ഹുറീക്കിന്റെ പിൻഗാമി ടെമറാരിയോ ഈ മാസം 30-ന് ഇന്ത്യൻ നിരത്തിലിറങ്ങും. 2024 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ലംബോർഗിനി ഹുറീക്കൻ സ്പോർട്സ് കാറിന്റെ പിൻഗാമിയാണ് ടെമറാരിയോ. ഈ മാസം 30-ഓടെ ഇന്ത്യയിലെത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിലയും അന്ന് തന്നെയാകും അറിയുക. V8 ഹൈബ്രിഡ് എഞ്ചിനാണ് കമ്പനി ഉറപ്പു നൽകുന്നത്. 4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ 3 ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ 3.8 കിലോവാട്ട് ബാറ്ററി പാക്ക് എന്നിവയുടെ സംയോജനമാണ് വാഹനത്തിന് കരുത്ത് പകരുന്നത്. ടെമറാരിയോയുടെ ഇന്റീരിയറിൽ പുതിയ സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരിക്കും. ഡ്രൈവ് മോഡുകൾക്കായി ചുവന്ന ഡയൽ, 8.4 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 9.1 ഇഞ്ച് ഡിസ്പ്ലേ എന്നിവ ഉൾപ്പെടുന്നു. ഹുറീക്കനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലംബോർഗിനി ടെമറാരിയോയുടെ ടോർഷണൽ കാഠിന്യം 20% വർദ്ധിച്ചു. 25 കിലോഗ്രാം ഭാരം കുറയ്ക്കുന്നതിന് ബ്രാൻഡ് കുറച്ച് കാർബൺ ഫൈബർ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിനോദവാരം. തിയേറ്ററുകൾ കരഘോഷം മുഴക്കിയ ഒരു കൂട്ടം മലയാള സിനിമകളാണ് ഈ മാസം OTT-യിലേക്ക് എത്തുന്നത്. ആക്ഷൻ, റൊമാൻസ്, കോമഡി ചിത്രങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പൈങ്കിളി, ബ്രോമാൻസ്, പ്രാവിൻകൂട് ഷാപ്പ് എന്നിവയാണ് മലയാളത്തിൽ വരാനിരിക്കുന്ന OTT റിലീസുകൾ. നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസന് സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ പ്രാവിൻകൂട് ഷാപ്പ് ഏപ്രിൽ 11-ന് സോണി ലൈവിൽ പ്രദർശിപ്പിക്കും. കള്ള് ഷാപ്പിനുള്ളിൽ നടന്ന ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള രസകരമായ സംഭവങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുന്നു. ജനുവരി 16-ന് പുറത്തിറങ്ങിയ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. ശ്രീജിത്ത് ബാബുവിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ പൈങ്കിളി ഫെബ്രുവരി 14-ന് തിയേറ്ററുകളിലെത്തിയിരുന്നു. ജിത്തു മാധവൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു.
ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്ന് നിർമ്മിച്ച പൈങ്കിളി ഏപ്രിൽ 11 മുതൽ OTT പ്ലാറ്റ്ഫോമായ മനോരമ മാക്സിൽ ഡിജിറ്റൽ സ്ട്രീമിംഗിന് അരങ്ങേറ്റം കുറിക്കും. ഫെബ്രുവരി 14 തിയേറ്ററുകളിലെത്തിയ സാഹസിക കോമഡി ചിത്രമായ ബ്രോമാൻസിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി. അരുൺ ഡി ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, കലാഭവൻ ഷാജോൺ, ശ്യാം മോഹൻ, മെൽവിൻ ജി ബാബു, രശ്മി ബോബൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ബ്രോമാൻസ് ഈ മാസം OTTയിൽ റിലീസ് ചെയ്യും. ഇനി പ്രധാന ഇവന്റുകൾ. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ 2025 ഈ മാസം 10 മുതൽ 13 വരെ വർക്കലയിൽ. ടൈ കേരള സംഘടിപ്പിക്കുന്ന ശില്പശാല ഏപ്രിൽ 10 കളമശ്ശേരി സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.